നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ദയനീയമായി പരാജയപ്പെട്ട പാകിസ്ഥാനെ പ്രമുഖ ഓൺലൈൻ ഡെലിവറി ആപ്പായ ബ്രിക്വിറ്റ് ട്രോളി എയറിൽ കയറ്റിയിരിക്കുകയാണ്. TV ഓർഡർ ചെയ്താൽ 10 മിനിറ്റിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് പാകിസ്ഥാൻ ആരാധകരോട് പറഞ്ഞുകൊണ്ടുള്ള പരസ്യം സ്ഥാപിച്ചായിരുന്നു ബ്രിക്കിന്റെ പരിഹാസം. പരസ്യത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൽ ബാറ്റിംഗിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ച പാകിസ്ഥാൻ ടീമിനെ ഇന്ത്യ അനായാസം പരാജയപ്പെടുത്തി. ഇതിൽ പാകിസ്ഥാന് സമൂഹ മാധ്യമത്തിൽ വ്യാപക പരിഹാസമാണ് ഉയരുന്നത്. ഇതിനിടെയാണ് ബ്രിക്കിന്റെ പരസ്യം. വഴിയരികിൽ ബിൽബോർഡുകൾ ആയിട്ടുണ്ടായിരുന്നു പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. പാക് ആരാധകർ ക്ഷമിക്കണം, 10 മിനിറ്റിൽ ഞങ്ങൾക്ക് ഒരിക്കലും TV ഡെലിവറി ചെയ്യാൻ കഴിയില്ലെന്നാണ് പരസ്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിനു പുറമെ പൊട്ടി TVയുടെ ചിത്രവും ഇതിനൊപ്പം ചേർത്തിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ വഴിയാത്രക്കാരൻ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യയുമായി പാകിസ്ഥാൻ ടീം പരാജയപ്പെടുന്ന സംഭവങ്ങളിൽ പാക് ആരാധകർ TV അടിച്ചു പൊട്ടിച്ച സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ബ്രിക്കിന്റെ പരസ്യം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു ഇന്ത്യ പാക് മത്സരം നടന്നത്. 49.4 ഓവറിൽ 241 റൺസായിരുന്നു പാകിസ്ഥാൻ നേടിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ കേവലം 45 പന്തിൽ ഇന്ത്യ ഈ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. അതേസമയം ചാമ്പ്യൻസ് ട്രോഫി വേദിയിൽ തുടരെ നാണം കെടുന്നത് പതിവാക്കിയ പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പോൾ എവിടെയും സംസാര വിഷയം. ബ്ലോക്ക് ബസ്റ്റർ ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് B മത്സരത്തിന് മുന്നോടിയായി ലാഹോറിലെ റദ്ദായി സ്റ്റേഡിയത്തിലുണ്ടായ സംഭവം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇംഗ്ലണ്ടിന്റെ ദേശീയ ഗാനം അവസാനിച്ചതിനു ശേഷം ഓസ്ട്രേലിയയുടെ ദേശീയ ഗാനം ആലപിക്കാനുള്ള സമയത്ത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയിലെ ഒരു വരി ആലപിക്കാൻ തുടങ്ങി. അബദ്ധം മനസ്സിലാക്കിയ അധികൃതർ ദേശീയ ഗാനം ഉടൻ തന്നെ ഗാനം ഓഫ് ചെയ്തെങ്കിലും ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. പാട്ടിനോടൊപ്പം ഓസ്ട്രേലിയയുടെ കൊടി പറക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആരാധകർ സംഭവം ഏറ്റെടുത്ത് പാക് ക്രിക്കറ്റ് ബോർഡിനെ ട്രോളാൻ തുടങ്ങി. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് പാക് സ്റ്റേഡിയത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ദേശീയ പതാകകൾക്കൊപ്പം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താതിരുന്നത് വിവാദമായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിനിടെ ചാമ്പ്യൻസ് ട്രോഫി ബ്രോഡ്കാസ്റ്റ് ബാൻഡിൽ പാകിസ്ഥാനെ ഒഴിവാക്കിയിരുന്നു. മറ്റെല്ലാ മത്സരങ്ങളിലും ചാമ്പ്യൻസ് ട്രോഫി 2025 പാകിസ്ഥാൻ എന്ന ബാൻഡ് ഉപയോഗിച്ചപ്പോൾ ഇന്ത്യയുടെ മത്സരത്തിൽ ചാമ്പ്യൻസ് ട്രോഫി 2025 എന്ന് മാത്രമാണ് പ്രദർശിപ്പിച്ചത്. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ എയറിലായിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.